ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന എംബ്രോയിഡറി ബേസിക് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് സംഭവമാണ് ഈ എംബ്രോയിഡറി ഹൂപ്പ് എന്ന് പറയുന്നത്. ഇതാണ് എംബ്രോയിഡറി ഹൂപ്പ് അല്ലെങ്കിൽ എംബ്രോയിഡറി ഫ്രെയിം എന്ന് പറയും. ഇതുപോലെ രണ്ട് പീസായിട്ടാണ് ഇത് വരുന്നത്. അതിൽ പുറത്തുള്ള പീസിൽ ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ നമുക്കതിനെ ടൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലൂസ് ആക്കാനുള്ള ഒരു സ്ക്രൂ പോലെ സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈനൊക്കെ ചെയ്തെടുക്കുന്നത്. ഇവിടെ ഞാൻ കാണിക്കുന്നത് വുഡൻ്റെ ഫ്രെയിമാണ്. ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിം ആണെങ്കിൽ നമുക്ക് മേടിക്കാനായി കിട്ടും. ഈ ഫ്രെയിം പല സൈസിൽ അവൈലബിൾ ആണ്. സ്മോൾ, മീഡിയം, ലാർജ് അങ്ങനെ പല സൈസിൽ അവൈലബിൾ ആണ്. നമ്മൾ നോർമലി ഇത് ഇഞ്ച് പറഞ്ഞിട്ടാണ് കേട്ടോ കടയിൽ നിന്ന് മേടിക്കുക. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 25 മുതൽ ഒരു 30, 35, 40 ആ റേഞ്ച് ആയിരിക്കും. ഈ ചെറിയ ഫ്രെയിമില്ലേ അതിന് 25 രൂപയ്ക്കായിരുന്നു വില. ഇനി നമുക്ക് എങ്ങനെയാണ് ക്ലോത്തിനെ ഈ ഫ്രെയിമിൽ വെക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഫ്രെയിമില്ലേ അത് അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ക്ലോത്ത് വയ്ക്കാം. എന്നിട്ട് പുറമേയുള്ള ഫ്രെയിമിനെ അതിൻ്റെ മുകളിൽ ഫിറ്റ് ആവത്തക്ക രീതിയിൽ വെച്ച് ടൈറ്റ് ആക്കിയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ആ സ്ക്രൂ വെച്ചിട്ടൊന്ന് ടൈറ്റ് ആക്കിയാൽ മതി. അപ്പോൾ നമുക്കിത്തിരി ഭയങ്കര ലൂസാന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് തുണി രണ്ട് സൈഡിൽ നിന്ന് വലിച്ചിട്ട് നമുക്കതിനെ ടൈറ്റ് ആക്കാം. അപ്പോൾ അധികം ബലം കൊടുത്ത് ടൈറ്റ് ആക്കരുത്, കാരണം തുണിയൊക്കെ പിന്നി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് ടൈറ്റ് ആക്കണ്ട, നമുക്ക് ആവശ്യത്തിന് ടൈറ്റാന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് നിർത്താം. അപ്പോൾ ഇതാണ് നല്ല വശം. അതിൻ്റെ അടിഭാഗം വരുന്നില്ലേ, ഇത് ചീത്ത വശം. അപ്പോൾ ചീത്ത വശത്താണ് നമ്മൾ എംബ്രോയിഡറി വർക്കൊക്കെ അവസാനം കെട്ടിയിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ചുരിദാറിലേക്കാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്രെയിമിനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെച്ച് നമുക്ക് എംബ്രോയിഡറി ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ ഫ്രെയിമൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ മാറ്റി വെച്ച് ചെയ്യാം. അതല്ല വലിയ ഫ്രെയിമൊക്കെ ആണെങ്കിൽ നമുക്ക് അധികം മാറ്റേണ്ട വരില്ല. അതിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ നമുക്ക് എംബ്രോയിഡറി ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് എംബ്രോയിഡറി ചെയ്യാൻ പറ്റിയ ത്രെഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പല ബ്രാൻഡിലും ഈ എംബ്രോയിഡറി ത്രെഡ് വരുന്നുണ്ട്. ഇത് ആങ്കർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ എംബ്രോയിഡറി ത്രെഡാണ്. ഇതിന് 10 രൂപയ്ക്കാണ് വില. അതുപോലെ തന്നെ വേറൊരു ബ്രാൻഡാണ് രംഗോളി എന്ന് പറയണത്. ഇതിന് 4 3 അങ്ങനെ എന്തോ ആണ് റേറ്റ്. അതുപോലെ തന്നെ വേറെ വില കുറഞ്ഞൊരു ബ്രാൻഡാണ് ഡോളി. അപ്പോൾ ഈ ഡോളി രംഗോളിയൊക്കെ തുടക്കക്കാർക്കൊക്കെ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ. അതുപോലെ തന്നെ ഉള്ളതാണ് ഈ സിൽക്ക് ത്രെഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ആങ്കറിൻ്റെ ത്രെഡാണ്. ഇതുപോലെ പല ബ്രാൻഡിൻ്റെയും സിൽക്ക് ത്രെഡ്സൊക്കെ അവൈലബിൾ ആണ്. ഇതിന് 13 രൂപയാണ് വില. അതുപോലെ തന്നെ നമുക്ക് മൾട്ടി ഷെയ്ഡഡ് ആയിട്ടുള്ള ത്രെഡ്സ് മേടിക്കാൻ കിട്ടും. പല കളറുകളിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ ഹ്യൂജ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻ ഉണ്ട് ഈ എംബ്രോയിഡറി ത്രെഡിൻ്റെ കേസിൽ. അപ്പോൾ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എംബ്രോയിഡറി ത്രെഡിന് നമ്പർ വെച്ചിട്ടാണ് പറയണത്. അപ്പോൾ ഓരോ ഷെയ്ഡിനും ഓരോ നമ്പറാണ്. പിന്നെ ഒരു ത്രെഡ് എന്ന് പറയുന്നത് 6 സ്ട്രാൻഡ്സ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ നോർമലി ഈ ബുള്ളിയൻ സ്റ്റിച്ചൊക്കെ ചെയ്യുമ്പോൾ 6 സ്ട്രാൻഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറ്. അതല്ലാണ്ട് ലീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്യില്ല. അതിൽ നിന്ന് 2 സ്ട്രാൻഡ്സ് ഒക്കെ മാറ്റിയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുമ്പോൾ നമുക്ക് ആ 2 ഇഴയായിട്ട് ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എംബ്രോയിഡറി ത്രെഡ്സിൻ്റെ ഹ്യൂജ് കളക്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തുടക്കക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ രംഗോളിയുടെയോ അല്ലെങ്കിൽ ഡോളിയുടെയോ ഒക്കെ ത്രെഡ് മേടിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് അധികം റേറ്റില്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ ഇൻ കേസ് പോയാലും വലിയ പ്രശ്നമില്ല. അതുപോലെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഈ ടൈപ്പ് ഓഫ് ത്രെഡ്. ആങ്കറിൻ്റെ തന്നെ ക്രോഷറ്റ് ടൈപ്പ് ഒരു ത്രെഡാണ്. ഇത് പ്രോപ്പർ ക്രോഷറ്റ് അല്ല, ക്രോഷറ്റിങ്ങിന് ഉപയോഗിക്കുന്നത് വേറെ ത്രെഡാണ്. അതേ കൈൻഡ് ഓഫ് ആ മോഡലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എംബ്രോയിഡറിക്ക് യൂസ് ചെയ്യാം. ഇതിനൊക്കെ ഇത്തിരി റേറ്റ് കൂടുതലാണ്. ഇതിന് 35 റേഞ്ചാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രയും റേറ്റ് വരും. ഇത് യൂസ് ചെയ്യേണ്ടത് കുറവാണ് ആളുകൾ. അടുത്തായിട്ട് കാണാൻ പോകുന്നത് ഈ ടൈപ്പ് ഒരു ത്രെഡാണ്. ഇത് നോർമലി നമ്മൾ മെഷീൻ വർക്കിനാണ് യൂസ് ചെയ്യാറ്. അല്ലാതെ നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഇതെടുക്കാം. ഇത് ഒരു സ്റ്റാൻഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കത് മൾട്ടിപ്പിൾ സ്റ്റാൻഡ്സ് എടുത്തിട്ട് വേണം നമ്മൾ എംബ്രോയിഡറിക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനും ഈ പറഞ്ഞ പോലെ 35, 30 ആ റേഞ്ചിലാണ് നമുക്കിതിന് ഒരെണ്ണത്തിന് വില വരണേ കേട്ടോ. ഇത് ഡോളി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് ഈ ത്രെഡും. ഇതും ഇതുപോലെ തന്നെ പല ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. ഇനി അടുത്തതാണ് ജെറി ത്രെഡ്. ഈ റെഡും അതുപോലെ തന്നെ ഗോൾഡനും ജെറി ത്രെഡാണ്. ഇതൊരു സിൽക്കി ഫിനിഷ് ഉള്ള ഒരു ടൈപ്പ് ത്രെഡാണ് കേട്ടോ. കുറച്ചുകൂടി ഇങ്ങനെ സ്മൂത്ത് അല്ല, കുറച്ച് ഒരു കട്ടിയുള്ള ടൈപ്പ് ഓഫ് ത്രെഡാണ്. ഇതും നമ്മൾ എംബ്രോയിഡറിക്ക് വേണ്ടി യൂസ് ചെയ്യും. ചെറുതിന് എനിക്ക് തോന്നുന്നു 35 റുപ്പീസ് ആയിരുന്നു, വലുതിന് 85 റേഞ്ചാണ്. ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സിംഗിൾ സ്റ്റാൻഡ് എടുക്കാം. പക്ഷേ സിംഗിൾ സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര നൈസായിപ്പോവും. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റാൻഡ്സിൻ്റെ എണ്ണം കൂട്ടിയിട്ട് നമുക്ക് എടുത്ത് എംബ്രോയിഡറി വർക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സർദോസി എന്നാണ് പരിചയപ്പെടാം. ഇതാണ് സർദോസി. ഇതിന് 25 രൂപയാണ് കേട്ടോ വില. അപ്പോൾ ഇത് നീളത്തിലുള്ള ഇങ്ങനെ ഒരു മെറ്റീരിയലാണ്.
അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമനുസരിച്ച് നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് എംബ്രോയിഡറി ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു സ്പ്രിംഗ് പോലത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ നമ്മൾ നൂല് സൂചി കയറ്റുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വലിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇത് പല കളറിൽ ഇങ്ങനെ എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ബീഡ്സ് പരിചയപ്പെടാം. ഇത് ഗോൾഡൻ കളറിലുള്ള ബീഡ്സ് ആണ്. ഇപ്പോൾ ഇത് എന്ന് പറയുന്നത് ഷുഗർ ബീഡ്സ് ആണ് ഗോൾഡൻ കളറിലുള്ള. ഈ ഷുഗർ ബീഡ്സ് അല്ലാണ്ട് പല സൈസിലുള്ള ബീഡ്സ് അവൈലബിൾ ആണ്. സ്മോൾ, മീഡിയം സൈസൊക്കെ അവൈലബിൾ ആണ്. ഇത് വന്നിട്ട് ഹാഫ് ബീഡ്സ് ആണ്. ഇത് പകുതി കട്ടായ രീതിയിലായിരിക്കും കാണുക. അപ്പോൾ ഇത് തന്നെ പല സൈസിൽ അവൈലബിൾ ആണ്. ഇത് ഏകദേശം സ്മോൾ സൈസാണ്. ഇതിനേക്കാളും വലിയ സൈസിലും നമുക്ക് ഗോൾഡൻ ബീഡ്സ് അവൈലബിൾ ആണ്, ഹാഫ് ബീഡ്സ്. അതുപോലെ തന്നെ നമുക്ക് പേളിൻ്റെ ബീഡ്സ് കിട്ടും. വൈറ്റ്, ഓഫ് വൈറ്റ്, അതെല്ലാം പല കളറിൽ അവൈലബിൾ ആണ്. ഇത് ഈ പറഞ്ഞ പോലെ ഷുഗർ ബീഡ്സ് ആണ്. ഈ ഓറഞ്ചും ബ്ലൂ പോലത്തെ ഷെയ്ഡിൽ 15 രൂപയാണ്. ഈ ഗോൾഡൻ ബീഡ്സ് ആണെങ്കിലും റേറ്റ് ഏകദേശം ഇതൊക്കെ തന്നെയാണ്. 15, 20 ആ റേഞ്ചിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇനി കാണാൻ പോകുന്നത് 2 ബീഡ്സ് ആണ്. 2 ബീഡ്സ് തന്നെ പല ഷെയ്ഡിലുണ്ട്, പല ടൈപ്പ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഗ്ലാസ് ടൈപ്പ് ഉണ്ട്, കണ്ടോ, ഇത് ഗ്ലാസ് ടൈപ്പ് ഒക്കെയാണ്. പിന്നെ ഗോൾഡൻ കളറിലുള്ള ടൈപ്പ് ഉണ്ട്, മെറ്റാലിക് ഉണ്ട്, പല ലെങ്ത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല ഷെയ്ഡിലും പല ലെങ്ത്തിലും നമുക്ക് 2 ബീഡ്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റും ഏകദേശം 15, 20 ആ റേഞ്ചാണ് 2 ബീഡ്സിൻ്റെയും റേറ്റ് വരുന്നത്. ഇനി കാണിക്കുന്നതാണ് സീക്വൻസ്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ എംബ്രോയിഡറി കേസിൽ. ഞാൻ ജസ്റ്റ് എൻ്റെ ഉള്ള കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നതേ ഉള്ളൂ. സീക്വൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എംബ്രോയിഡറിയിൽ വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ 10, 15 ആ റേഞ്ചിൽ നമുക്ക് കിട്ടും. അടുത്തതായിട്ട് എംബ്രോയിഡറി ത്രെഡ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ് നീഡിൽസ്. അപ്പോൾ എൻ്റെ ഒരു എംബ്രോയിഡറി നീഡിലിൻ്റെ സെറ്റാണുള്ളത്. അപ്പോൾ എംബ്രോയിഡറി വർക്ക് കുറേ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സെറ്റ് ഉണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഈ നീഡിലൊക്കെ എന്ന് പറഞ്ഞാൽ റിബൺ വർക്കിനൊക്കെ യൂസ് ചെയ്യുന്ന നീഡിലാണ്. അതുപോലെ നമുക്ക് ഓരോന്നിനും യൂസ്ഫുൾ ആയിട്ടുള്ള പല സൈസിലുള്ള നീഡിൽ ഇതിൽ അവൈലബിൾ ആണ്. ബീഡ്സ് തുന്നാനായിട്ട് ചെറിയ സൈസുള്ള നീഡിൽ, അതുപോലെ തന്നെ ബുള്ളിയൻ സ്റ്റിച്ചൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ 6 strands ഒക്കെ വെച്ച് കയറ്റണമല്ലോ. അപ്പോൾ അതിനൊക്കെ പറ്റുന്ന പല സൈസിലുള്ള നീഡിൽ അവൈലബിൾ ആണ് ഇതിൽ. ഇത് പോണി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ നീഡിൽ സെറ്റാണിത്. ഇതിന് 35 രൂപയാണ് വില. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളവർക്ക് ഇങ്ങനത്തെ മേടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 1, 2 എണ്ണമായിട്ട് നമുക്ക് സ്റ്റേഷനറി ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാം കിട്ടും. അപ്പോൾ ഈ ഒരു സെറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് നീഡിൽ വേണമെങ്കിൽ എടുക്കാം, എന്നിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നീഡിൽ താഴേക്ക് പോവില്ല. അതാണ് ഇതിൻ്റെ ഒരു യൂസ്. അടുത്തതായിട്ട് പരിചയപ്പെടുന്നത് എംബ്രോയിഡറി ബീഡ്സ് തുന്നാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ത്രെഡാണ്. ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഈ ത്രെഡാണ്, ഹീറ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ. ഇത് നൈലോൺ ടൈപ്പ് ഒരു ത്രെഡാണ്, പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. അതില്ലാത്തവരാണെങ്കിൽ നോർമൽ സ്റ്റിച്ചിങ് ത്രെഡ് യൂസ് ചെയ്താലും മതി. രണ്ടാണെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ നോർമലി പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഹീറ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ നൈലോൺ ത്രെഡ് യൂസ് ചെയ്യാം. ഹീറ അല്ലാണ്ട് വേറെ ബ്രാൻഡുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ നൈലോൺ ത്രെഡ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനത്തെ ത്രെഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ സ്റ്റിച്ചിങ് ത്രെഡ് യൂസ് ചെയ്തിട്ടും നമുക്ക് ബീഡ് വർക്ക് ചെയ്യാം. ഇനി നമുക്ക് ക്ലോത്തിലേക്ക് ഡിസൈൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടി നോക്കാം. ഫസ്റ്റ് തന്നെ ചോക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡിസൈനൊക്കെ ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ചോക്ക് യൂസ് ചെയ്യാം. കണ്ടോ, ഇതിങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ വേറൊന്നാണ് ഈ പെൻസിൽ. ഈ പെൻസിലിൻ്റെ കണ്ടോ ഇങ്ങനെ ഒരു ഷെയ്ഡ് ലൈറ്റായിട്ട് വരച്ചു കൊടുത്താൽ മതി. കാരണം ഇത് ചോക്ക് മായണ പോലെ ഇത് അങ്ങോട്ട് മാഞ്ഞു പോവില്ല. ഈ ഒരു രീതിയിലാണ് ഈ പെൻസിൽ ഇരിക്കുന്നത്. ഇതൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. ഇതിൻ്റെ ഔട്ടർ ലെയർ ഒരു പേപ്പർ പോലത്തെ സംഭവമാണ്. അപ്പോൾ നമുക്കിങ്ങനെ പൊളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പെൻസിലിൻ്റെ പോയിന്റ് നമുക്ക് കൂട്ടി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ പല ഷെയ്ഡ്സിലും ഈ പെൻസിൽ അവൈലബിൾ ആണ്. ഇത് വേറൊരു മോഡലുള്ള പെൻസിലാണ്, അപ്സര എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പെൻസിലാണിത്. ഇതിൽ എഴുതിയിട്ടുണ്ട് ഇത് ഗ്ലാസ് മാർക്കിങ്ങിന് യൂസ് ചെയ്യേണ്ട പെൻസിലാണെന്ന്. ഇത് 4 ലെതർ, ഗ്ലാസ്, മെറ്റൽ, വിനൈൽ, സെല്ലുലോയിഡ് അങ്ങനെയുള്ള എല്ലാത്തിലും എഴുതാൻ പറ്റുന്ന ഒരു ടൈപ്പ് പെൻസിലാണ്. ഇതിന് 20 rupees ആയിട്ടായിരുന്നു റേറ്റ്. അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ ഡ്രസ്സിൽ മാർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ലൈറ്റായിട്ട് മാർക്ക് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമുക്കത് മായ്ച്ച് കളയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ലൈറ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് സിസേഴ്സ് വേണം. അതുപോലെ തന്നെ ഓപ്ഷണലായിട്ടുള്ള ഒന്നാണ് ടേപ്പ്. ടേപ്പ് ഇല്ലാത്ത കളറാണെങ്കിൽ സ്കെയിൽ യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് മെഷർ ചെയ്യാവുന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് നെക്കൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതുപോലെ ഒരു കേർവ്ഡ് ആയിട്ടുള്ള സ്കെയിൽ കിട്ടും. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ തന്നെ നെക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ടോ ഇങ്ങനെ ഒരു കേർവ് ഷേപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് നെക്കിൻ്റെ അവിടെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് മാർക്ക് ചെയ്യാൻ പറ്റും. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ബിഗിനേഴ്സിനാണെങ്കിലും അല്ലാത്തവർക്ക് എന്തായാലും അറിയാൻ പറ്റും ഇതിനെപ്പറ്റി. ബിഗിനേഴ്സിനായിട്ടുള്ളൊരു ഇൻഫോ ആണ്. ഈ ഒരു സ്കെയിൽ നെക്ക് വരയ്ക്കാനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒരുവിധം ബേസിക് കാര്യങ്ങളൊക്കെ കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ മറ്റ് വീഡിയോസിൽ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്